പറഞ്ഞതാണ്. അദ്ദേഹം ഒരു ആവേശത്തിന്റെ പുറത്ത് സംസാരിച്ചപ്പോൾ നാവ് പിഴച്ചതാണെന്നും തന്റെ തെറ്റ് മനസ്സിലാക്കി താൻ അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും അദ്ദേഹം പൊതുസമൂഹത്തോട് പറയുകയുണ്ടായി. ശ്രീമതി ഷാഹിദ കമാൽ, ഞാൻ ഇപ്പോൾ ചോദിച്ചത് PC ജോർജിന്റെ പരാമർശത്തെ കുറിച്ചാണ്. തീർച്ചയായിട്ടും PC ജോർജിന്റെ പരാമർശവും അതിനെ ഒരിക്കലും മഹിളാ കോൺഗ്രസോ കോൺഗ്രസ് പ്രസ്ഥാനമോ ന്യായീകരിക്കുന്നില്ല. കാരണം ഒരു സ്ത്രീയെ സംബന്ധിച്ച് സാധാരണ നമ്മൾ നാടൻ ഭാഷയിൽ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ അവരുടെ നെഞ്ചത്ത് കയറിയെന്നൊക്കെ നമ്മൾ നാടൻ ഭാഷയിൽ പറയാറുണ്ട്. പക്ഷേ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പരാമർശിക്കപ്പെടുമ്പോൾ അതിന്റെ അർത്ഥവും വ്യാപ്തിയും ഒക്കെ മാറുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആ പരാമർശവും ശരിയായി എന്നൊരിക്കലും മഹിളാ കോൺഗ്രസോ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയോ അല്ലെങ്കിൽ പൊതുസമൂഹമോ അത് അംഗീകരിക്കുന്നില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അക്കാര്യത്തിൽ ഖേദം പ്രകടിപ്പിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ശക്തമായ ആവശ്യം. ശ്രീമതി ഷാഹിദ കമാൽ, ഇന്ന് അദ്ദേഹം ആ വിഷയത്തിൽ ഖേദം പ്രകടിപ്പിക്കുകയല്ല ചെയ്ത, മറിച്ച് ആ വിഷയത്തിൽ വീണ്ടും ഊന്നി സംസാരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഈ വാച്ച് ആൻഡ് വാർഡായിരുന്ന ആ വനിതയുടെ സംരക്ഷകനാണോ ഇത്തരം പ്രസ്താവനകളിലൂടെ പീഡനം തന്നെയല്ലേ ഒരു തരത്തിൽ PC ജോർജ് നടത്തിയിരിക്കുന്നത്? അദ്ദേഹം ഇന്ന് പത്രസമ്മേളനം നടത്തി പറഞ്ഞത്, പ്രധാനമായും അദ്ദേഹം പറഞ്ഞത് ശ്രീ VS അച്യുതാനന്ദൻ അദ്ദേഹം പലപ്പോഴായി പല ആളുകൾക്കെതിരെ നടത്തിയിട്ടുള്ള പരാമർശങ്ങളും വാക്കുകളും പദപ്രയോഗങ്ങളും അതിനെതിരെ അദ്ദേഹത്തിന് കിട്ടിയ ഒരു തിരിച്ചടി എന്ന രീതിയിലാണ് അദ്ദേഹം ഇന്നും അതിനെ സൂചിപ്പിച്ചത്. അപ്പോഴും അദ്ദേഹം അതിൽ ഖേദം അത് തെറ്റായിപ്പോയി എന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വനിതാ വാർഡിൽ ഷാഹിദ കമാൽ PC ജോർജ് നടത്തിയിരിക്കുന്ന പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരു ഖേദവും അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടില്ല. അല്ല, അദ്ദേഹം ഖേദം പ്രകടിപ്പിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും അദ്ദേഹം ഖേദം പ്രകടിപ്പിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ പ്രതീക്ഷിക്കുക എന്നതിനപ്പുറം എന്താണ് മഹിളാ കോൺഗ്രസ് ചെയ്യാൻ പോകുന്നത് ഈ വിഷയത്തിൽ? ഈ വിഷയത്തിൽ ഒരു പരാതി നൽകാനിരിക്കുന്നു KPCC പ്രസിഡന്റിന്. കാരണം അദ്ദേഹം സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിനെതിരെ മത്സരിച്ച ഒരു വനിതാ സ്ഥാനാർത്ഥിയെക്കുറിച്ച് വളരെ മോശമായ ഒരു പരാമർശം നടത്തിയത് കേരള സമൂഹം മറന്നിട്ടില്ല. അപ്പോൾ പലപ്പോഴും നമ്മൾ ആലോചിക്കണം, നമ്മൾ ഇത്തരം നടത്തുന്ന പദപ്രയോഗങ്ങൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നു, നമ്മളെ പറയുമ്പോൾ മാത്രം വേദനിക്കുന്നു എന്ന് പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുമ്പോൾ അത് അവർക്കും വേദനിക്കും എന്നൊരു തിരിച്ചറിയലിന് കൂടി ഇത്തരത്തിലുള്ള ഒരു പരാമർശം ഉപകരിക്കട്ടെ എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. തീർച്ചയായും അതുകൊണ്ട് ഈ പരാമർശങ്ങളെ ഞാൻ ന്യായീകരിക്കുകയല്ല. തീർച്ചയായിട്ടും അത്തരത്തിൽ പരാമർശങ്ങൾ ഉണ്ടായെങ്കിൽ അദ്ദേഹം അതിനെ ഖേദം പ്രകടിപ്പിക്കേണ്ടത് ആവശ്യമാണ്. ശ്രീമതി TN സീമ, നിയമസഭയിൽ നടക്കാത്ത അല്ലെങ്കിൽ നിയമസഭാ രേഖകളില്ലാത്ത കാര്യങ്ങളാണ് ചീഫ് വിപ്പും MLA-യുമായ PC ജോർജ് കഴിഞ്ഞ ദിവസം പ്രസംഗത്തിലൂടെ അസത്യമാണ് വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. അസത്യം എന്നതിനപ്പുറം ഒരു പെൺകുട്ടിയുടെ സംരക്ഷകൻ എന്ന് ചമഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിയെ ഒരു തരത്തിൽ പീഡിപ്പിക്കുകയാണ് അല്ലെങ്കിൽ അവഹേളിക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ചെയ്തിരിക്കുന്നത്. അതിന് കൈയടിക്കാൻ കുറെ ആളുകൾ, ചിരിക്കാൻ കുറെ ആളുകൾ. അത് കേൾക്കുമ്പോൾ കൂടുതൽ ആ പെൺകുട്ടിയെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ വീണ്ടും ആവർത്തിച്ചുകൊണ്ട് പ്രസംഗം നടത്തുന്നു. ഇന്നും ആ വിഷയത്തിൽ ഒരു ഖേദപ്രകടനം നടത്താൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. ഖേദപ്രകടനം എന്നല്ല, ഗണേഷ് കുമാർ നടത്തിയ പ്രസംഗത്തെ ന്യായീകരിച്ചുകൊണ്ടാണ് വാസ്തവത്തിൽ ഇന്ന് PC ജോർജ് പത്രസമ്മേളനം നടത്തിയത്. അത് VS-ന് പ്രായം കുറവായിരുന്നെങ്കിൽ ഇതിലധികം പറയേണ്ടതായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതൊരു തരം അധമ സംസ്കാരത്തിന്റെ പ്രകടനങ്ങളാണ് ഗണേഷ് കുമാർ ആയാലും ശ്രീ PC ജോർജ് ആയാലും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. തികച്ചും അധമമായിട്ടുള്ളൊരു സംസ്കാരമാണ്. വനിതാ വാച്ച് ആൻഡ് വാർഡിനെ കയ്യേറ്റം നടന്നിട്ടില്ല എന്നുള്ളത് അവിടുത്തെ ദൃശ്യങ്ങളിൽ തെളിഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷെ അത് സംബന്ധിച്ച് അതിനെ വെച്ചുകൊണ്ട് എത്ര ആളുകൾ തമാശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? പത്തനാപുരത്തെ പ്രസംഗത്തിൽ ആളുകളുടെ കയ്യടി കിട്ടാൻ വേണ്ടി ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തിക്കൊണ്ട് കേരളത്തിലെ മുഴുവൻ സ്ത്രീ സമൂഹത്തെയാണ് PC ജോർജ് അപമാനിച്ചിരിക്കുന്നത്. എനിക്ക് ഷാഹിദയുടെ നിലപാട്, ഷാഹിദ പറഞ്ഞ കാര്യത്തിൽ എനിക്ക് ദുഃഖം തോന്നുകയാണ്. കാരണം മഹിളാ കോൺഗ്രസ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, കേരളത്തിലെ സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തിനും ഒരാൾക്കും ഇത്തരം പ്രസ്താവനകളെ നിരുപദ്രവകാരികളായിട്ടുള്ള പ്രസ്താവനകളായിട്ട് കാണാൻ സാധിക്കില്ല. ഇത് എന്നെയോ ഷാഹിദയോ പോലെ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഒരാളെ കുറിച്ച്, ഒരു സ്ത്രീയെ കുറിച്ച് മാത്രമല്ല പറയുന്നത്, ഇത് മുഴുവൻ സ്ത്രീകളെ
സംബന്ധിച്ചാണ് പറയുന്നത്. വാച്ച് ആൻഡ് വാർഡിന്റെ ശരീരത്തെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അതിന്റെ വിശദാംശങ്ങൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ഞാനാണ് വനിതാ വാച്ച് ആൻഡ് വാർഡിനെ മാർഷലിന്റെ റൂമിലേക്ക് കൊണ്ടുപോയത്. ഒരാവശ്യമില്ലാത്തൊരു കൂട്ടിച്ചേർക്കൽ അവിടെ. അത്തരം ഭാഗങ്ങളിലൊന്നും പിന്നെ വനിതാ ഡോക്ടർമാർക്കല്ലേ പരിശോധിക്കാൻ സാധിക്കുള്ളൂ. അത്ര അനാവശ്യമായിട്ടൊരു കൂട്ടിച്ചേർക്കൽ. അപ്പൊ ഒരു കാര്യം വ്യക്തമാണ്, അവിടെ ഒരു തരത്തിലും വനിതാ വാച്ച് ആൻഡ് വാർഡിന്റെ പേരിലൊരു കയ്യേറ്റം നടന്നിട്ടില്ല. അവർ മാറി നിൽക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ശ്രീ PC ജോർജ് തന്നെയാണ് ഈ സ്ത്രീയെ അകത്തു കൊണ്ടുപോയി കയ്യേറ്റം നടന്നു എന്ന തരത്തിലേക്ക് പരിശോധനയ്ക്കും മറ്റുമായിട്ട് കൊണ്ടുപോയി ഒരു കേസ് ഉണ്ടാക്കിയത്, ഒരു കുഴപ്പമുണ്ടാക്കിയത് ശ്രീ PC ജോർജ് ചീഫ് വിപ്പിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് നടത്തിയത്. അതിനുള്ളൊരു തെളിവാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പത്തനാപുരം പ്രസംഗത്തിന്റെ ഭാഗമായിട്ട് കിട്ടിയിട്ടുള്ളത്. അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെയുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ആദ്യമായിട്ടൊന്നുമല്ല. പത്രസമ്മേളനം നടത്തിയാലും പ്രസംഗം നടത്തി കഴിഞ്ഞാലും സ്ത്രീകളെ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ലൈംഗിക ചൊവ്വയുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നിരന്തരം നടത്തുന്ന ഏർപ്പാടാണ് ശ്രീ PC ജോർജിനുള്ളത്. ഇത് തികച്ചും കേരളത്തിലെ സ്ത്രീകളോട് കാണിക്കുന്ന ഒരു അധിക്ഷേപമാണ്. ഇത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ചീഫ് വിപ്പ് സ്ഥാനത്ത് ഇരിക്കാൻ അർഹനാണോ ശ്രീമതി ഷാഹിദ കമാൽ PC ജോർജ്? ആദ്യം തന്നെ സീമ ചേച്ചി എന്റെ സംസാരം മുഴുവൻ ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നു. ഞാൻ ഒരിക്കലും ശ്രീ ഗണേഷ് കുമാറിന്റെയോ ശ്രീ PC ജോർജിന്റെയോ പ്രസ്താവനയെ ന്യായീകരിച്ച് സംസാരിച്ചിട്ടില്ല. അത് തീർച്ചയായിട്ടും അത്തരമൊരു പ്രസ്താവന നടത്തിയത് തെറ്റാണെന്നും അതിലവരെ ഖേദം പ്രകടിപ്പിക്കേണ്ടത് ആവശ്യമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അതോടൊപ്പം തന്നെ ഞാൻ കൂട്ടിച്ചേർത്തത് ഇന്നലകളിൽ ശ്രീ VS അച്യുതാനന്ദനും CPM-ന്റെ പല നേതാക്കന്മാരും പല സ്ത്രീകൾക്കെതിരെയും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളത് അവർക്കൊരു പുനർവിചിന്തനത്തിനുള്ള ഒരു സമയം അല്ലെങ്കിൽ ഒരു സാഹചര്യം ഒരുക്കി കൊടുത്തിരിക്കുന്നു ഇത്തരം ഒരു വിവാദത്തിലൂടെ എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ശ്രീമതി ഷാഹിദ കമാൽ, അത് രണ്ടും തമ്മിൽ, ആ പ്രസ്താവനയും ഈ പ്രസ്താവനയും അല്ലെങ്കിൽ ഈ പ്രസംഗവും തമ്മിൽ അങ്ങനെ താരതമ്യത്തിന് സാധ്യതയുണ്ടോ? കാരണം അതിൽ കഴമ്പില്ല എന്ന VS നടത്തിയ പ്രസ്താവന അത്തരത്തിൽ സ്ത്രീവിരുദ്ധമാണ് എന്നുള്ള ആരോപണത്തിൽ കഴമ്പില്ല എന്ന് കോടതി തന്നെ കണ്ടെത്തിയിട്ടുള്ളതാണ്. പിന്നീട് ലതിക സുഭാഷ് തന്നെ ഈ പരാതി പിൻവലിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അവർ പിൻവലിച്ചത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ശ്രീ VS അച്യുതാനന്ദൻ അക്കാര്യത്തിൽ ക്ഷമാപണം നടത്തിയതുകൊണ്ടാണ്. ഞാൻ അത്തരം ഒരു കാരണം അദ്ദേഹത്തിന്റെ സംസാരം അവിടെയാണ് അദ്ദേഹം അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയുന്നു. അവിടെ ആ വിഷയം അവസാനിക്കുന്നു. പക്ഷേ PC ജോർജ് അങ്ങനെയല്ല ചെയ്തിട്ടുള്ളത്. PC ജോർജ് സംരക്ഷകനായി ചമയുന്നു. സ്ത്രീയുടെ സംരക്ഷകനായി ചമഞ്ഞുകൊണ്ട് സ്ത്രീയുടെ രഹസ്യ ഭാഗങ്ങളെ പോലും പരിഹസിക്കുന്ന രീതിയിൽ ആ സ്ത്രീക്ക് ഇനിയൊന്നും ബാക്കിയില്ല അല്ലെങ്കിൽ അവർ ചീത്തയായി എന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയാണ്, പ്രസംഗമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അതിന്റെ ഗൗരവത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് രാഷ്ട്രീയ വ്യത്യാസം മറന്ന സ്ത്രീ സംഘടനകൾ ഒന്നിക്കേണ്ട സാഹചര്യമല്ലേ ഇപ്പോഴുള്ളത്? ഒരിക്കലും ഞാൻ അതിനെ ന്യായീകരിച്ച് സംസാരിച്ചിട്ടില്ല. തീർച്ചയായിട്ടും അദ്ദേഹം നടത്തിയ പ്രസംഗം ശരിയായില്ല എന്നും അദ്ദേഹം അത്തരം പ്രസംഗം നടത്തിയതിൽ ഖേദം പ്രകടിപ്പിക്കണം എന്ന് ആദ്യം തന്നെ ആവശ്യപ്പെട്ട ഒരാളാണ്. അങ്ങനെ ഒരു പ്രസംഗം നടത്തി എന്നതുകൊണ്ട് ചീഫ് വിപ്പ് സ്ഥാനത്തിരിക്കാൻ അദ്ദേഹം യോഗ്യനല്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മന്ത്രിസഭയിലും ഒക്കെ തന്നെ ഒട്ടേറെ പേർ അങ്ങനെ പല സ്ഥാനങ്ങളിലും ഇരിക്കുവാൻ യോഗ്യരല്ലാത്ത ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് ഒരു പ്രസംഗത്തിന്റെ പേരിൽ ഒരു പരാമർശത്തിന്റെ പേരിൽ അവരിരിക്കുന്ന സ്ഥാനത്ത് അയോഗ്യത കൽപ്പിക്കുന്നത് ശരിയല്ല. പക്ഷെ മേലിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുവാനും സ്ത്രീകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ കുറച്ചുകൂടി മാന്യതയോടും പക്വതയോടും സംസ്കാരത്തോടും കൂടി സംസാരിക്കുവാൻ ഈ ഒരു പ്രസംഗം അല്ലെങ്കിൽ ഇത്തരം ഒരു വിമർശനം ചീഫ് വിപ്പിന്റെ ഉത്തരവാദിത്തം എന്താണ്? ശ്രീമതി ഷാഹിദ കമാൽ, ഒരു ചീഫ് വിപ്പിന്റെ ഉത്തരവാദിത്തം എന്താണ്? പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കുക, അല്ലെങ്കിൽ വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഇല്ലാതാക്കാൻ ശ്രമിക്കുക, ഇതൊക്കെയാണ് ഉത്തരവാദിത്തം. അങ്ങനെ ഉത്തരവാദിത്തം ഉള്ള ഒരു വ്യക്തിയാണ് അത് മറന്നുകൊണ്ട് വിവാദങ്ങൾ സ്വയം സൃഷ്ടിക്കാൻ മുന്നിട്ടിറങ്ങുന്നത്. ഇന്നിപ്പോൾ മാപ്പ് പറയുകയായിരുന്നു ഗണേഷ് കുമാർ. തനിക്ക് തെറ്റുപറ്റി, തന്നെ മുതുമുത്തച്ഛനാവാൻ പ്രായമുള്ള എന്ന് കടത്തി പറഞ്ഞുകൊണ്ട് തനിക്ക് തെറ്റുപറ്റിയെന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ സമ്മതിക്കുകയാണ്. അതിന് തൊട്ടു പിന്നാലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ PC ജോർജ് എന്താണ് പറഞ്ഞത്? VSന് ഒരു 10-35 വയസ്സായിരുന്നെങ്കിൽ ഇതിലപ്പുറം പറയേണ്ടിയിരുന്നു എന്നാണ്. അങ്ങനെയാണോ ഒരു ചീഫ് പ്രതികരിക്കേണ്ടത്? ചീഫ് വിപ്പ് തീർച്ചയായിട്ടും സംരക്ഷകനാണ്. അദ്ദേഹം നടത്തിയ പ്രസംഗത്തിന്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. അദ്ദേഹം പറഞ്ഞു വനിതാ വാച്ച് ആൻഡ് വാർഡിന് പരിക്ക് പറ്റിയപ്പോൾ അദ്ദേഹം തന്നെയാണ് മുൻകൈയെടുത്ത് അവരെ മാർഷൽ റൂമിൽ കൊണ്ടുപോയതെന്നും ഡോക്ടറെ വരുത്തിയതെന്നും അവരെ പരിശോധിപ്പിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒളിച്ചോടിയില്ല. പക്ഷേ അവിടെ നടന്ന സംഭവത്തെക്കുറിച്ച് അദ്ദേഹം പരാമർശിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ പദപ്രയോഗങ്ങൾ കുറച്ച് മോശമായി പോയി എന്നുള്ളതാണ് വാസ്തവം. സംരക്ഷകൻ പറയേണ്ടതാണോ ഇനി ഒന്നിനും കൊള്ളാത്തതായി ആ പെൺകുട്ടിയെന്ന്? അങ്ങനെയാണോ പറയേണ്ടത്?
ശ്രീമതി ഷാഹിദ കമാൽ ഒന്നിനും കൊള്ളാത്തതായി മാറി എന്നാണ് അദ്ദേഹം പ്രസംഗിച്ചിരിക്കുന്നത്. സ്പീക്കർ പറഞ്ഞതിനെ പോലും കവച്ചു വെക്കുന്ന, അല്ലെങ്കിൽ സ്പീക്കർ പറഞ്ഞത് അസത്യമാണ് എന്ന് വേണം കരുതാൻ. കാരണം സ്പീക്കർ അന്ന് റൂളിംഗ് നൽകിയത് എന്താണ്? ആ MLA മാർ മനഃപൂർവ്വം ഒന്നും ചെയ്തിട്ടില്ല, സ്ത്രീകൾക്ക് നേരെ അത്തരം ഒരു ആക്രമണം നടന്നിട്ടില്ല എന്നാണ് സ്പീക്കർ കൃത്യമായി റൂളിംഗ് നൽകിയത്. അതിന് വിരുദ്ധമായ ഒരു കാര്യം ഒരു കവല പ്രസംഗത്തിൽ കയ്യടി കിട്ടാൻ വേണ്ടി പറയുക എന്ന് വെച്ചാൽ അതിന്റെ ഗൗരവത്തിൽ ഉൾക്കൊള്ളേണ്ടതല്ലേ? ശ്രീമതി ടി എൻ സീമ ഈ വിഷയത്തിൽ എന്ത് ചെയ്യാനിരിക്കുന്നു? ഇല്ല, ഇവിടെ ഇല്ലാത്തൊരു കാര്യത്തെ ചൊല്ലിയാണ് ഈ വർത്തമാനങ്ങൾ മുഴുവൻ അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അവിടെ വനിതാ വാച്ച് വാർഡിനെ കുറിച്ച് മാത്രമല്ല, അതുപോലെ തന്നെ ജനപ്രതിനിധിയായിട്ടുള്ള ഐഷ പോറ്റി MLA കുറിച്ചും അദ്ദേഹം മോശപ്പെട്ടൊരു പരാമർശം നടത്തിയിട്ടുണ്ട്. ഐഷ പോറ്റി MLAയും അതുപോലെ VS-നെയും വെച്ചുകൊണ്ടുള്ള ഒരു വളരെ മോശപ്പെട്ടൊരു പദപ്രയോഗം നടത്തിയിട്ടുണ്ട്. അപ്പം മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ നാക്കിനില്ല എന്ന് പറഞ്ഞ് എന്തും വിളിച്ചു പറയാവുന്ന തരത്തിലേക്ക് ഒരു ജനപ്രതിനിധി മാറാൻ പാടില്ല. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാവാണെന്നാണ് പറയുന്നത്. നേരത്തെ ഷാഹിദ കമാൽ പറഞ്ഞു ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്തും ഇങ്ങനെ പല ആളുകൾ ഇതിനകത്ത് ഇരുന്നിട്ടുണ്ടായിരുന്നു, മന്ത്രിസഭയിൽ ഇരുന്നിട്ടുണ്ട്. അങ്ങനെയൊന്നും പറഞ്ഞ് പുകമറ സൃഷ്ടിക്കരുത്. ഒരാളും ശ്രീ പി ജെ ജോസഫിനെതിരായിട്ട് ഒരു സ്ത്രീ ആരോപണം, ഒരു പരാതി നൽകിയ സമയത്ത് അദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിന്ന് മാറ്റി നിർത്തി ഇടതുപക്ഷ സർക്കാർ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകളെ ഗണേഷ് കുമാറിനെ പോലെ നിലവാരമില്ലാത്ത കാര്യങ്ങൾ പറയുകയും നിലവാരമില്ലാത്ത തരത്തിലുള്ള അസഭ്യവർഷം നടത്തുകയും ചെയ്യുന്ന ഒരു ആള് മന്ത്രിയായിരിക്കുക. അതുപോലെ തന്നെ PC ജോർജിനെ പോലെ മുഴുവൻ സമയം അകത്തും നിയമസഭയ്ക്കുള്ളിലും പുറത്തും വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ മാത്രം ഉണ്ടാക്കുന്ന ഒരാളെ ചീഫ് വിപ്പായിട്ട് വെക്കുക. ഇവരൊക്കെ ജനപ്രതിനിധികളായിട്ട് തുടരുക എന്ന് പറയുന്നത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. മഹിളാ അസോസിയേഷൻ അത് ഞങ്ങൾ ചർച്ച ചെയ്യുകയാണ്. ഇപ്പോൾ ഇവർ നടത്തിയിട്ടുള്ള എന്ന് പറയുന്നത് സ്ത്രീകളുടെ ഡീസൻസിയെ ചോദ്യം ചെയ്യുന്നതാണ്. കേരളത്തിലെ സ്ത്രീകളുടെ പൊതുജന മധ്യത്തിൽ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രയോഗങ്ങളാണ് നടത്തിയിട്ടുള്ളത്. വനിതാ വാച്ച് ആൻഡ് വാർഡിനെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ചിടത്തോളം അവർ വീണ്ടും ആക്രമിക്കപ്പെടുകയാണ്, വീണ്ടും അപമാനിക്കപ്പെടുകയാണ്. വേറൊരു MP ഇതിനെ സംബന്ധിച്ച് വളരെ മോശപ്പെട്ടൊരു കമന്റ് പറയുന്നുണ്ട്. അപ്പൊ ആളുകൾക്കൊക്കെ പറഞ്ഞു തിരിക്കാനായിട്ട്, വഷളത്തരം വിളിച്ചു പറയാനായിട്ട്, അത് കണ്ട് കുറെ ആളുകൾക്ക് ആസ്വദിക്കാനും കയ്യടിക്കാനുമായിട്ട് കേരളത്തിലെ സ്ത്രീകളെ ഉപയോഗിക്കാൻ പാടില്ല. ഈ നടത്തിയ പരാമർശങ്ങൾക്കെതിരെ നിയമപരമായി ഏത് രീതിയിൽ പോകാൻ സാധിക്കുമെന്നുള്ളത് ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ എങ്ങനെ കാണുന്നു PC ജോർജിന്റെ പ്രസംഗത്തെ? സ്ത്രീകളെയും പട്ടികജാതി വിഭാഗത്തെയും ഒക്കെ അധമമായി കാണുന്ന ഒരു സമീപനമല്ലേ PC ജോർജിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്? ശ്രീമാൻ PC ജോർജിനെ സംബന്ധിച്ച് അത്ഭുതം തോന്നുകയാണ്. കാരണം കേരളത്തിന്റെ നിയമസഭാ അംഗങ്ങളെ നേർവഴിക്ക് നടത്താനിരിക്കുന്ന ഒരു ചീഫ് വിപ്പിന്റെ ചുമതല വഹിക്കുന്ന വ്യക്തിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള വളരെ മോശം, ഇതിനെ മറ്റൊരു ഭാഷയിൽ വിശേഷിപ്പിക്കാൻ സാധ്യമല്ല. കാരണം ഇത്ര മോശമായിട്ടുള്ള മാനസികാവസ്ഥയാണ് അദ്ദേഹത്തിൻ്റെത് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമാകുന്ന രീതിയിലാണ് അദ്ദേഹം ആ കമന്റ് പറഞ്ഞത്. അന്ന് തന്നെ കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് നടന്ന സംഭവത്തില് സ്ത്രീയായി ആ വനിതാ വാച്ച് ആൻഡ് വാർഡിനെ വളരെ രാഷ്ട്രീയപരമായി ഉപയോഗിക്കാൻ ശ്രമിച്ചു ആ നിയമസഭയ്ക്കകത്ത്. അത് തന്നെ തെറ്റായിരുന്നു. പക്ഷെ അതിനുശേഷം തന്റെ മകളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് സംഭവിച്ചിട്ടുള്ള ദുഃഖകരമായ വസ്തുത അന്ന് ശ്രീമാൻ PC ജോർജ് നോക്കി നിന്നത് ഏത് അർത്ഥത്തിലാണ് എന്നാണ് ഇപ്പൊ കേരളത്തിലെ ജനം സംശയിക്കുന്നത്. ആ പെൺകുട്ടി വീണ സമയത്ത്, അതല്ലെങ്കിൽ ആ പെൺകുട്ടിയെ പരിശോധിക്കാൻ വേണ്ടി ഡോക്ടർ വന്ന സമയത്ത് ഈ മനുഷ്യൻ ശ്രീമാൻ PC ജോർജ് ഏത് തരത്തിലാണ് ആ പെൺകുട്ടിയെ നോക്കി നിന്നത് എന്ന് പോലും കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമാകുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഉണ്ടായിട്ടുള്ളത്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് യഥാർത്ഥത്തിൽ ശ്രീമാൻ ഗണേഷ് കുമാറിന്റെ പ്രസംഗം കേട്ട് ആ പ്രസംഗത്തിൽ ഹരം കയറിയിരിക്കുകയായിരുന്നു ശ്രീമാൻ PC ജോർജ്. കാരണം സിനിമയിൽ അഭിനയിക്കുന്നത് പോലെയാണ് ശ്രീമാൻ ഗണേഷ് ഒരു മന്ത്രിയുടെ സ്ഥാനത്ത്, അല്ലെങ്കിൽ ഒരു മന്ത്രിയായിരുന്നു കൊണ്ട് കേരളത്തിലെ ജനങ്ങളെ നേർവഴിക്ക് നയിക്കേണ്ട ഒരു വ്യക്തി. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വളരെ മോശകരമായിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രസംഗം ഉണ്ടാവുകയും ആ പ്രസംഗത്തിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. അത് നിർത്തണമെന്ന് ആവശ്യപ്പെട്ട് ഒരു കടലാസിൽ കുറിപ്പ് എഴുതി കൊടുക്കേണ്ട മാന്യതയായിരുന്നു ശ്രീമാൻ PC ജോർജ് അവിടെ കാണിക്കേണ്ടിയിരുന്നത്. കാരണം കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ചീഫ് വിപ്പാണ് അദ്ദേഹം. ആ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ആ പ്രസംഗത്തിന് ആകർഷനായി അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ആ പ്രസംഗ ഭാഗങ്ങൾ കടന്നു വന്ന് ഹരം കയറി പിന്നീട് അദ്ദേഹം നടത്തിയ പ്രസംഗം ഇത്തരത്തിലുള്ള സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള പ്രസംഗമാണ്. യഥാർത്ഥത്തിൽ വേണ്ടത് കേരളത്തിന്റെ ഇത്തരത്തിലുള്ള നിയമസഭാ അംഗങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലെ കയറൂരി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഗവർണർ ഇടപെടേണ്ടതാണ് ഇക്കാര്യത്തിൽ. ബഹുമാന്യനായിട്ടുള്ള ഗവർണർ ഇടപെട്ടുകൊണ്ട് ശ്രീമാൻ PC ജോർജിനെതിരെ നടപടി സ്വീകരിക്കേണ്ടതാണ്. കാരണം കേരളത്തിന്റെ ഈ സാംസ്കാരിക
പറയുക കേരളത്തിൽ ഒരു സ്ത്രീക്കും അംഗീകരിക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ ഒരു പുരുഷനും അംഗീകരിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു പ്രഖ്യാപനവും പ്രസംഗവുമാണ് അവിടെ നടന്നിട്ടുള്ളത്. പിന്നെ ഷാഹിദ കമാൽ പറഞ്ഞതല്ലേ ശരി? യഥാർത്ഥത്തിൽ രജനി എന്ന യുവതിയുടെ സംരക്ഷകൻ ചമഞ്ഞുകൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പിനല്ലേ PC ജോർജ് ശ്രമിച്ചിട്ടുള്ളത്? കാരണം ഈ വിഷയത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണം എന്ന് തന്നെയാണ് ഈ വിഷയത്തിൽ ആരോപണ വിധേയരായ 2 MLA-മാരും രാജേഷും ജെയിംസ് മാത്യുവും ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആ തരത്തിലുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. അങ്ങനെ നടക്കുന്ന ഈ 2 വ്യക്തികളെ വീണ്ടും വീണ്ടും സ്വഭാവഹത്യ നടത്തുക കൂടിയാണ് അദ്ദേഹം തന്റെ പ്രസംഗത്തിലൂടെ ചെയ്തിട്ടുള്ളത്. ശ്രീ PC ജോർജ്, ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ശ്രീ PC ജോർജ് നടത്തിയ പ്രസംഗത്തെ ഞങ്ങൾ ആരും തന്നെ അംഗീകരിക്കുകയോ അല്ലെങ്കിൽ അതിനെ പിന്തുണയ്ക്കുകയോ ചെയ്തിട്ടില്ല. അവർ നടത്തിയ പ്രസംഗം തീർച്ചയായിട്ടും അവർ ഒരു പൊതു സമ്മേളനത്തിൽ നടന്ന ഒരു പ്രസംഗത്തിൽ ആവേശം കയറി അവർ സംസാരിച്ചതാണ്. ഞാൻ ശരിയാണ്. താങ്കൾ നേരത്തെ പറയുകയുണ്ടായി ആ പെൺകുട്ടിയെ സംരക്ഷിക്കുകയാണ് ചെയ്തത്, വേഗം വനിതാ ഡോക്ടറെ വിളിച്ചു വരുത്തി താൻ തന്നെ കൊണ്ടുപോയി എന്ന കാര്യത്തിൽ അദ്ദേഹത്തെ പ്രകീർത്തിച്ച് താങ്കൾ സംസാരിക്കുകയുണ്ടായി. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, യഥാർത്ഥത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പല്ലേ PC ജോർജ് നടത്തിയിട്ടുള്ളത്? അങ്ങനെ ഒരു മുൻകൈ ആ പെൺകുട്ടിയെ സംരക്ഷിക്കാൻ അദ്ദേഹം നടത്തിയിട്ടുണ്ട് എങ്കിൽ ഈ രീതിയിൽ പ്രസംഗിക്കില്ല കവലയിൽ വെച്ച്. ഇതിനകത്തൊരു രാഷ്ട്രീയ മുതലെടുപ്പിന്റെ ആവശ്യമൊന്നും UDF-നോ കോൺഗ്രസിനോ ഇല്ല. ഇതൊരു രാഷ്ട്രീയ മുതലെടുപ്പായി കാണുകയും വേണ്ട. കാരണം ഒരു പ്രസംഗത്തിൽ ആവേശം കയറി സംസാരിച്ചതാണ് എന്ന് ശ്രീ ഗണേഷ് കുമാർ സമ്മതിച്ചിട്ടുണ്ട്. അതിന്റെ തുടർച്ചയായിട്ടാണ് ശ്രീ PC ജോർജ് പ്രസംഗിച്ചിരിക്കുന്നത്. സ്ത്രീകളെ അപമാനിച്ചുകൊണ്ടാണോ ആവേശം? അത് അംഗീകരിക്കുകയാണോ മഹിളാ കോൺഗ്രസ്? പ്രസംഗത്തിൽ വന്ന ആ പരാമർശങ്ങൾ മോശമായി പോയി. എനിക്ക് ഇത് കേൾക്കുമ്പോൾ എനിക്ക് അതിശയം തോന്നുന്നത് ശ്രീമതി ശോഭാ സുരേന്ദ്രനെയും അതുപോലെ തന്നെ സീമ ചേച്ചിയുടെയൊക്കെ ഈ രോഷവും ആവേശവും ഒക്കെ പല ഘട്ടങ്ങളിലും ഇതുപോലെയുള്ള പല പരാമർശങ്ങളും പല നേതാക്കന്മാരിൽ നിന്നും ഉണ്ടായ സാഹചര്യങ്ങളിലൊന്നും ഇത് ഇത്തരം ഒരു ഷാഹിദ കമാൽ, താങ്കൾ പറയുന്നത് ഞാൻ ചോദിക്കുന്നത് കേൾക്കാമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അത്തരത്തിൽ വലിയ ഗൗരവത്തിൽ കാണേണ്ടതില്ല PC ജോർജിന്റെ പ്രസംഗത്തെ. അദ്ദേഹം സ്വാഭാവികമായ രീതിയിൽ പ്രസംഗിക്കുന്നു. ഇതിനു മുമ്പും ഈ രീതിയിലൊക്കെ പ്രസംഗിച്ചിട്ടുള്ളതാണ്. അത്ര ഗൗരവം നൽകിയാൽ മതി എന്നാണോ മഹിളാ കോൺഗ്രസ് കരുതുന്നത്? ഒരിക്കലുമല്ല. ഞാൻ ആദ്യം തന്നെ പറയുന്നു, ഇപ്പോഴും പറയുന്നു, ആ പരാമർശങ്ങൾ ഒരിക്കൽ പോലും ശരിയായില്ല എന്ന് ഞാൻ പറയുന്നു. അതുപോലെ തന്നെ നമ്മൾ നിയമസഭയിൽ കണ്ടതാണ്, ശ്രീ രാജേഷും അതുപോലെ തന്നെ ശ്രീ ജെയിംസ് മാത്യുവും അവര് കാണിച്ച അതിക്രമങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. എന്നിട്ട് ഒരു ഖേദപ്രകടനം നടത്തി എന്ന് സ്പീക്കർ പറഞ്ഞപ്പോൾ അതുപോലും സമ്മതിക്കാനുള്ള വിശാല മനസ്കതയോ സഭയോ കാണിക്കാൻ ഉണ്ടായിട്ടുണ്ടെങ്കിലും ശ്രീമതി ഷാഹിദ കമാൽ 2 MLA-മാരും വാച്ച് ആൻഡ് വാർഡിനെ, വനിതാ വാച്ച് ആൻഡ് വാർഡിനെ അപമാനിച്ചു എന്നല്ല സ്പീക്കർ റൂളിംഗ് നൽകിയിട്ടുള്ളത്. അത്തരത്തിൽ മനഃപൂർവ്വമായൊരു നടപടി 2 MLA-മാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായി എന്ന് സ്പീക്കർ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാതെ പോലും അവർ നടത്തിയ അല്ലെങ്കിൽ ആ നിയമസഭയിൽ നടത്തിയ അതിക്രമങ്ങൾക്കെതിരെ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന ഒരു വാക്ക് പറഞ്ഞപ്പോൾ അതിനെപ്പോലും സഹിഷ്ണുതയോടെ കേൾക്കാൻ അംഗീകരിക്കാൻ തയ്യാറാകാത്ത ഒരു പ്രതിപക്ഷമാണ് കേരളത്തിലുള്ളത്. അപ്പോൾ ആരാണ് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നത് എന്ന് കേരളത്തിലെ ജനസമൂഹത്തിനും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ ഒരു പ്രസംഗത്തിന്റെ പേരിൽ അല്ലെങ്കിൽ അറിയാതെ ആവേശത്തിന്റെ പേരിൽ വന്ന പദപ്രയോഗങ്ങൾ അത് തെറ്റായി പോയി എന്ന് ഞാൻ ചോദിക്കുന്നതിനല്ല ഉത്തരം പറയുന്നത്. ഒരുപക്ഷെ ചോദ്യം കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, ഈ വിഷയത്തിൽ വനിതാ സംഘടനകൾ കൂട്ടായി അതിനുള്ള സാധ്യത ഈ വിഷയത്തിനുണ്ടോ? അതിനുള്ള ഗൗരവം ഈ വിഷയത്തിനുണ്ടോ? തീർച്ചയായും വളരെ വലിയ ഗൗരവതരമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് ഇത്. കാരണം കേരളത്തില് ഒരു 6 മാസം പ്രായമുള്ള പെൺകുട്ടി മുതൽ വയോവൃദ്ധ വരെയുള്ള സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്ന ഒരു നാടാണ് ഈ കേരളം. ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നു. സ്ത്രീയെ അമ്മയായിട്ടും സഹോദരിയായിട്ടും കാണുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ക്രിമിനൽ വൽക്കരണം നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ കേരളത്തിലെ ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ട ആളുകളാണ് ഇത്തരത്തിലുള്ള അന്യായമായിട്ടുള്ള പരാമർശങ്ങളിലൂടെ സ്ത്രീത്വത്തെ പ്രസംഗത്തിന്റെ ഉപകരണവും വേദി അല്ലെങ്കിൽ അതിന് കയ്യടി കിട്ടാനുള്ള ഒരു വേദിയാക്കി ഈ സ്ത്രീത്വത്തെ ഉപയോഗപ്പെടുത്തുമ്പോൾ ഇവരുടെ എല്ലാം വീടുകളിൽ ഇത്തരത്തിലുള്ള സ്ത്രീകളുണ്ടല്ലോ, അവരെ കുറിച്ച് ആരെങ്കിലും ഇത്തരത്തിലുള്ള കമന്റ് പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് സഹിക്കുമോ? അപ്പൊ സ്വാഭാവികമായിട്ടും ഒരച്ഛന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് പ്രതികരിക്കേണ്ട ശ്രീ PC ജോർജ്, അതല്ലെങ്കിൽ ഇന്ന് കേരളത്തിന്റെ നിയമസഭാ അംഗങ്ങളെ അവർക്ക് റൂളിംഗ് നടത്തുന്ന അല്ലെങ്കിൽ റൂളിംഗ് കൊടുക്കുന്ന ശ്രീ PC ജോർജിന്റെ ഭാഗത്ത് നിന്ന് ഇത് വളരെ തെറ്റായി പോയി. മാത്രവുമല്ല SC പട്ടികജാതി വിഭാഗത്തെ കുറിച്ചും അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി. ഈ കേരളത്തിലെ 3.5 കോടി ജനങ്ങളില് പാവപ്പെട്ട പട്ടികവർഗക്കാരന്റെ മക്കൾക്ക് പാവപ്പെട്ടവർക്ക് നേരത്തിന് ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ കോളേജുകളിലോ അല്ലെങ്കിൽ വിദ്യാലയങ്ങളിലോ കയറിയിരുന്ന് പഠിക്കാനോ ഉന്നതങ്ങളിൽ എത്താനോ ഉള്ള സാഹചര്യം പോലും
സ്വാതന്ത്ര്യം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ മണ്ണില് ജാതിപ്പേര് വിളിച്ച് ആക്ഷേപിക്കാൻ വരെ ശ്രീ പി.സി. ജോർജ് ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് ഇക്കാര്യത്തിൽ തീർച്ചയായിട്ടും കേരളത്തിലെ പൊതുവികാരം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഈ പ്രഖ്യാപനത്തിനെതിരെ ഉയർന്നിട്ടുള്ളത്. മാത്രവുമല്ല, സ്ത്രീ സംഘടനകൾ ഇത്തരക്കാരെ കൈകാര്യം ചെയ്യാൻ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഇത്തരക്കാരെ വനിതാ സംഘടനകൾ കേരളത്തിന്റെ തെരുവീതിയിൽ നേരിടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് സംഘടനകൾ ഒറ്റക്കെട്ടായി വിഷയത്തെ നേരിടും എന്നാണ് ശോഭാ സുരേന്ദ്രൻ പ്രതികരിച്ചിരിക്കുന്നത്. വളരെ നന്ദി ശ്രീമതി ടി.എൻ. സീമ, ശ്രീമതി ഷാഹിദ കമാൽ, ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ചർച്ചയിൽ പങ്കെടുത്തതിന്.